അപ്പോൾ ഇന്ന് നമ്മൾ ഗെയിം ചേച്ചറിൻ്റെ വളരെ പുതിയ ഒരു സോങ് വന്നിട്ടുണ്ട്. എന്താ പാട്ടിൻ്റെ പേര്? നാന ഹൈറാന. ഓക്കെ. അപ്പോൾ ഇതിനു മുമ്പ് ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അല്ലല്ല, അത് 2 പാട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ പാട്ടാണ് അല്ലേ? അതെ, അത് തന്നെ. ഇത് മൂന്നാമത്തെ സോങ്ങാണ്. അത് ഇൻട്രോ സോങ് പോലെ. അപ്പോൾ ഇത് മൂന്നാമത്തെ സോങ്ങാണ്, നാന ഹൈറാന. അപ്പോൾ നമുക്ക് നാന ഹൈറാന ആ സോങ് കണ്ടു നോക്കാം. കുതിരാണ് ഓടി വരുന്നത്. തമൻ വേറൊരു സൗണ്ടാണല്ലോ. തമന്റെ റെഗുലർ കുഴലിട്ട പോലെ സൗണ്ടാണ് തമൻ സാധാരണ. ഇതൊരു ഇന്റർനാഷണൽ ഗ്ലോബൽ സ്റ്റാർ ആണ്. മുതലാളി ഹൈറാനാണോ? ഫോട്ടോ മാത്രമേ ഉള്ളൂ. പർപ്പിൾ കളറിലെ പുല്ല് കണ്ടണ്ട. പക്ഷെ അത് സ്കിന്നിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്യാതെടുക്കാം. ചില ഷോപ്പിൽ പാടായിരിക്കും. ഇത് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ അവർ ഇത് കംപ്ലീറ്റ്ലി ലിക്വിഡൊക്കെ ചെയ്തേക്കുന്നതല്ലേ? അല്ല, ഒറിജിനല് ഈ സാധനമൊക്കെ അതൊക്കെ മറ്റേ അൺറിയൽ എഞ്ചിന് ചെയ്യാമല്ലോ. നമുക്ക് വിഷ്വല് വീഡിയോ ഉണ്ടല്ലോ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം ലിക്വിഡൊക്കെ വേണ്ടി ചെയ്തേക്കുന്നതല്ലേ? ഒറിജിനൽ ഫുട്ടേജ് ഒന്നും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ലല്ല, ഇത് ഒറിജിനൽ ഫുട്ടേജ് മറ്റേ കാണിച്ചിട്ടുള്ളത്. ഇത് പിന്നെ മറ്റേ നേരത്തെ കാണിച്ച പർപ്പിൾ പുല്ല് ഇതൊക്കെ അത്യാവശ്യം രസമുണ്ട്. കണ്ടോ? ഈ ആ ഷോട്ടിലായിരിക്കും കുറച്ച് പാടുപെട്ടത്. സ്കിന്നിൽ അത് ഇത് മറ്റേ. പക്ഷെ അത് ആക്ച്വലി ഗ്രേഡ് ചെയ്യാൻ എന്തായിരിക്കും അല്ലേ? ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിന്? ഈ വേഷത്തിന് ഭയങ്കര ക്ലാസിക് എന്തോ ഒരു ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തോ കിയാറ അദ്വാനിയുടെ മേക്കപ്പോ എന്തോ ഇതെന്തോ പഴയ ഒരു സിനിമയിൽ ആരോ ചെയ്ത് ശ്രീദേവി എന്തോ ഏതൊരു ശ്രീദേവി ചെയ്തു. അതുപോലെ തമന്റെ മറ്റൊരു പാട്ട് അതിന്റെ റീമേക്ക് ചെയ്യണം. ആവേശത്തിന്റെ എന്തോ ഒരു റീമേക്കാണ്. ഇതിനാണ് ആൾക്കാർ മറ്റേ കളിയൊക്കെ മറ്റേ കട്ട് ചെയ്ത്. അത് ആക്ച്വലി ഗ്രീൻ സ്ക്രീനാണെന്നൊക്കെ പറയുന്നത്. ഗ്രീൻ സ്ക്രീൻ മാറ്റിയില്ലെന്നൊക്കെ പറയും. അത് ആക്ച്വലി ലിറിക് വീഡിയോക്ക് വേണ്ടി അവന്മാർ സെപ്പറേറ്റ് ചെയ്ത സാധനമാണ്. പാരലാക്സ് സെറ്റ് ചെയ്തിരിക്കണം അല്ലേ? ശങ്കർ സാർ
അതാണ് ജാനുവരി അടുത്ത ഉള്ള ഒരു നല്ല പാട്ടായിരുന്നു. നല്ല പാട്ട്. നല്ല രസമുള്ളൊരു പാട്ട്. ആക്ച്വലി ഇത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ എല്ലായിടത്തും ഇപ്പോൾ ട്വിറ്ററിലാണെങ്കിലും എല്ലായിടത്തും ഈ ഫേസ്ബുക്കിൽ എല്ലാവരും ഈ ട്രോളായിട്ടൊക്കെ ഒരുപാട് സാധനം വന്നത് ഇവർ ഈ ലിറിക് വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഈ വിഷ്വലില്ലേ, അതായത് ഇവരിങ്ങനെ കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് അങ്ങനെ വെച്ചിട്ടില്ല. ഇത് ആക്ച്വലി ഇതാണോ ഇവർ ചെയ്തതെന്ന് ചോദിച്ചു. ഇത്രയും പൈസ മുടക്കി ചെയ്യുന്ന ബ്രഹ്മാണ്ടമെന്ന് ചോദിച്ച് കുറച്ച് പേര് അതിനെ കളിയാക്കുന്ന പോലെ ഇത് പറഞ്ഞായിരുന്നു. പക്ഷേ ശരിക്കും ഇതിലെ ഒറിജിനൽ ഫൂട്ടേജസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. ആ ഒറിജിനൽ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തം കംപ്ലീറ്റ്ലി ഇവർ ലിറിക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർ 3Dയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ആ 3D മറ്റേ ആ സ്പേസിന് പോലെ ഒരു ഇച്ചിരി ധൃതിക്കിയ ഫീൽ ഉണ്ട്. അതാ പറയാം. ലിറിക് വീഡിയോയ്ക്ക് വേണ്ടി ഒരു പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇനി പുഷ് ചെയ്യാനുള്ള ഒരു പിന്നെ ശങ്കറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് വെച്ചിട്ടാണ് ആളുകൾ ആ ഒരു മൈൻഡ് സെറ്റിലെ എന്ത് റിലീസ് ചെയ്താലും കാണുന്നത്. അതിന്റെ ആയിരിക്കും അത്. ഇപ്പൊ അതിനി മറന്നിട്ട് ഇതിന് അടുത്ത വർഷമാണല്ലോ, ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞു. അടുത്ത വർഷം ഇത് അതിലും ഇപ്പൊ ഇതുവരെ വന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് മറ്റേതിലും ബെറ്ററോടെ ആയിരിക്കും തോന്നുന്നു. കൊമേഴ്ഷ്യലൊക്കെ തന്നെ അത് തന്നെ സംഭവം, അതൊക്കെ തന്നെ പരിപാടി. പക്ഷേ ബ്രഹ്മാണ്ടം അതങ്ങനെ തന്നെ. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഇതിപ്പോ ഈ പാട്ട് പോലെ ആകുമെന്ന് തോന്നുന്നില്ല. ഇല്ല, ഇത് ഈ പാട്ടാണ് തന്നെ ഇപ്പൊ ഡിസൈനർ വേഷവും പക്കാ മേക്കപ്പിലും. അല്ല ഇത് അങ്ങനെ മാറ്റുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. അതായത് കളർ ഇലയും മൊത്തത്തിൽ കളറാണ്. ആ ടൈപ്പ് പാട്ടുകൾ പുള്ളിയുടെ പടത്തിലുണ്ടല്ലോ. ഇത് റിയൽ അത് ഗ്രേഡിൽ ഇങ്ങനൊരു ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇടയ്ക്കെന്തോ പിങ്ക് മരോ അതൊക്കെ മീൻസ് വിഷ്വലി ഭയങ്കര രസമുണ്ട്. അത് ഇതുമായിട്ട് സാമ്യമുള്ളൊരു സാധനം മറ്റേ സാഹോയിലൊരു പാട്ടിനകത്ത് മറ്റേ പാട്ട് മറ്റേ ഇവള് നമ്മൾ മറ്റേ അത് സാഹോയിലാണ് ഉദ്ദേശിച്ചത്. മറ്റേ ഇതാണോ സാഹോയിലെ മറ്റേ വള്ളത്തിൽ ഇവരുടെ പോകുന്ന പാട്ടുണ്ടല്ലോ. അതൊരു കംപ്ലീറ്റ്ലി ഫാന്റസിക്കൽ ഒരു ഇതുപോലെയാണ് അവരുടെ ഗ്രേഡായിരിക്കും ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തോ ഈ കളർ മാറ്റുന്ന പരിപാടിയില്ലേ നമ്മുടെ റിയലിസ്റ്റിക് അല്ലാതെ ഫാന്റസി പോലെ. അത് തന്നെ റിയൽ ലൊക്കേഷനിലേക്ക് ഈ കളേഴ്സ് പർപ്പിൾ കളറിലെ പുല്ല്, മരങ്ങള് ഫുള്ള് മരങ്ങൾ മറ്റേ ഇപ്പം ഇത് വന്നില്ലേ പിങ്ക് മരങ്ങൾ കുറേ അത് കുറച്ച് അത് കാണാൻ നല്ല രസമായിരിക്കും. അതെ ശങ്കറിനെ പാട്ടെടുക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് തന്നെ. നിങ്ങൾ സിനിമ മോശമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കും, പാട്ടിന്റെ കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കുക. ആ ജെറുകണ്ടിയുടെ തന്നെ അതായത് അതിന്റെ ഇനിഷ്യൽ ഇത് വന്നു കഴിഞ്ഞിട്ട് ട്രെയിലറിനകത്ത് അതിന്റെ 1-2 ക്ലിപ്പിംഗ്സ് ഉണ്ട്. അത് ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ മറ്റേ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം രസമുണ്ട്. അതല്ല പാട്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും ഒരു അതും ഇന്ത്യയിൽ കുറച്ച് മിസ്സിംഗ് ആയിരുന്നു. അല്ല പാട്ടിലെങ്കിലും നമ്മള് യൂട്യൂബിൽ വന്ന് 2 പാട്ട് കാണാന്ന് വിചാരിച്ചു. പാട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. അത് നല്ല വെക്കാൻ ഇവിടെ അതുപോലെ വെക്കാൻ ഇപ്പൊ താത്ത വേറെ പാട്ടൊക്കെ ഇടുന്ന സ്ഥലം തന്നെ അവിടെ പാട്ടില്ലെങ്കിൽ ആ സിനിമയെ ഒരു രീതിയിൽ അത് ബാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ. പക്ഷേ ഈ സിനിമയ്ക്ക് പാട്ട് വേണം, ഇത് മാർക്കറ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ പറഞ്ഞ ശങ്കരൻ സിനിമ ആയതുകൊണ്ട് പാട്ട് വേണമെന്നുള്ളതുകൊണ്ട് മാത്രം വെച്ചതുപോലെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ പാട്ടുകൾ ചെയ്തിരിക്കുന്നതും തന്നെ കുറച്ചുകൂടെ ഇതൊക്കെ ഇത് 100% ശങ്കർ വേണ്ട, നമുക്കൊരു 70 to 60 ഒക്കെ പിടിച്ചാൽ മതി. ചിലപ്പോൾ ഈ പാട്ടും അതുപോലെ ഒരു നോട്ടം കഴിഞ്ഞിട്ട് പാട്ട് ആ ലൈനായിരിക്കും. അല്ല പക്ഷെ നല്ല പാട്ടായതുകൊണ്ട് ആളുകൾ പാട്ടിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോഴേ നല്ല പാട്ടാ കേട്ടോണ്ടിരിക്കാം. ശങ്കറിന് ഇതൊരു ഗെയിം ചേഞ്ചർ ആവുമെന്നോ അതായത് പുള്ളിക്ക് ഇപ്പം പുള്ളിയുടെ ഗെയിം ചേഞ്ച് വന്ന് കണ്ടിരിക്കാം. അതായത് ഇപ്പോൾ ഈ പടങ്ങൾ അവസാനം ഇറങ്ങിയ പടങ്ങളൊന്നും പുള്ളി തമിഴിൽ വർക്കാവത്തുണ്ട്. വർക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി കുറച്ച് നേട്ടമുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും പുള്ളി ശങ്കറിൻ്റെ സിനിമ എന്നുള്ള ലൈനിൽ അതിനെല്ലാം പരാജയമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റെഡിറ്റിലെങ്ങാണ്ട് വായിച്ചാന്ന് തോന്നുന്നു, മറ്റേ ഇന്ത്യൻ 3യുടെ ബഡ്ജറ്റ് അവർ വീണ്ടും കൂട്ടിയിട്ടുണ്ട്, ഇത്തിരൂടെ വലുതായിട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ഇനിയും ചെയ്യാൻ പോകുന്നുണ്ടോ? ഇനിയും വലുതാക്കാൻ പോകും. അപ്പൊ തിയേറ്ററിൽ വരും, മറ്റേ OTTക്ക് പോകും. അല്ല, അന്ന് പുള്ളി പറഞ്ഞത് സിനിമയുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ എനിക്ക് ഇത്ര സമയം കൊണ്ടുണ്ട്, അത്ര ടൈമിനുള്ളിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് ആണോ. പക്ഷെ ഒരുപാട് തിയറീസ് വന്നു, അതായത് എങ്ങനെ കൊണ്ടുപോകാമായിരുന്നു കഥ എന്നൊക്കെ ഉള്ളത്. അപ്പം ചിലപ്പം പക്ഷേ അല്ല എനിക്ക് അറിയില്ല അത്. കാരണം ഈ ലൈക്ക് ഇപ്പം കൈവെക്കുന്നിടത്ത് എല്ലായിടത്തും പ്രശ്നമാണ്. കുറച്ച് മുമ്പ് ലൈക്ക് എന്തുകൊണ്ട് വിടാമുയർച്ചി, അതെനിക്ക് തോന്നുന്നു ലൈക്കയ്ക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഇന്ത്യൻ ടൂക്ക് ഭയങ്കര നഷ്ടമല്ലായിരുന്നു അവർക്ക്. അപ്പോൾ ഈ വർഷം ഒരുപാട് വലിയ നഷ്ടം. അതെ, വലിയ നഷ്ടങ്ങൾ. അതായത് വലിയ
സിനിമകൾ വലിയ സിനിമകൾ വലുതായിട്ട് വന്നിട്ട് ഭയങ്കര അത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ബാക്ക് ടു ബാക്ക് 1, 2, 3 നഷ്ടം ഉണ്ടായി ഒരേ പ്രൊഡക്ഷൻ കമ്പനി തന്നെ ഉണ്ട്. അത് തന്നെ ഒരു വർഷത്തിൽ എല്ലാം നമുക്കാണ് അവിടെ കിട്ടുന്നതെന്ന് പറയുന്നത്. അല്ല, അത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും ഈ വലിയ പ്രൊഡ്യൂസേഴ്സ് ബാക്ക് വലിഞ്ഞാൽ പിന്നെ വലിയ പടങ്ങൾ വരാതാവും. അത് കുറച്ച് സീനാണ്. പക്ഷേ പൈസ മാത്രം കൂടെ ആലോചിക്കണം, ഇവര് റൈറ്റ് സബ്ജക്റ്റിലാണ് ഈ പൈസ മുഴുവൻ മുടക്കുന്നതെന്ന് അവർക്കൊരു അതെങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജക്റ്റിനേക്കാൾ ഇവർ ഏറ്റവും കൂടുതൽ ബിസിനസ് ഇതൊരു പ്രോജക്റ്റ് ഇന്നയാള് വരുന്നു ഇന്നയാൾ അപ്പൊ ഇതിന്റെ കണക്കിങ്ങനെ അവര് എഴുതി കൂട്ടി ഉള്ള സംഭവം. നിന്റെ കയ്യിൽ നല്ല തിരക്കഥയുണ്ട്, നീ ആ നല്ല തിരക്കഥ സിനിമയാക്കാൻ പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിന്റെ കയ്യിലൊരു ആവറേജ് തിരക്കഥയുണ്ട്, പക്ഷെ നിനക്ക് ഇതിനൊരു പ്രോജക്റ്റ് ആക്കാൻ പറ്റും. പ്രോജക്റ്റ് ഇൻ ദ സെൻസ് നിനക്ക് ഇന്ന ആർട്ടിസ്റ്റിനെ വെച്ച് ഇന്ന ടെക്നീഷ്യന്മാരെ യൂസ് ചെയ്ത് ഇത് ഇങ്ങനെ ഒരു ഫിനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അങ്ങനെ ഇവർ പ്രസന്റ് ചെയ്തത്. അപ്പോൾ സാർ ഇന്ന ആള് വരുമ്പോൾ നമുക്കൊരു ഇനിഷ്യലി ഇത്ര പുള്ളുണ്ടാവും, ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഇടയ്ക്ക്, അപ്പോഴത്തേക്കും ഈ ഇന്ന ക്രൗഡിനെ അങ്ങനെ അവർ സെറ്റ് ചെയ്തെടുക്കും. പിന്നീട് ചിലപ്പോൾ ഇനിഷ്യൽ തിരക്കഥ കുറച്ച് ഡീസൻറ്റ് സാധനമായിരിക്കും, ഇതിങ്ങനെ എല്ലാം കയറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് ചാട്ടവും ബഹളമൊക്കെ വരും. അങ്ങനെയായിരിക്കും മിക്കവാറും ഈ പ്രോജക്ട് ഡിസൈനിന്റെ ഇടയ്ക്ക് പറ്റുന്ന പറയാം. ഹിന്ദി സിനിമകൾ ഒരുപാട് അങ്ങനെ കുറച്ച് നശിച്ചു പോയി. ഇവർക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരു ജഡ്ജ്മെന്റും ഇല്ല, കാരണം ഇതെല്ലാം പ്രോജക്റ്റ് മീറ്റിംഗ് ഈ ലൈനിലാണ് പോകുന്നത്. നമ്മൾ കഥ പറഞ്ഞ ചേട്ടാ അങ്ങനെ കോർപ്പറേറ്റ് മീറ്റിംഗ്സ് പോലെയാണ് മീറ്റിംഗുകൾ. ഒരു ടെംപ്ലേറ്റ് ഒരു പോയിന്റ് കഴിയുമ്പോൾ ടെംപ്ലേറ്റ്. അതെ, ആ പരിപാടിയിലേക്ക് ഇപ്പൊ പയ്യെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ബോളിവുഡുകാർ അതിനകത്തുനിന്ന് ഇങ്ങനെ അതിന്റെ ഒരു പീക്ക് പോയിന്റിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുമ്പോൾ ഇവിടേക്ക് അത് വന്നോണ്ടിരിക്കും. പോസ്റ്റ് പ്രൊഡക്ഷനിൽ പോലെ ഇപ്പം തിയേറ്ററിൽ കാശ് മുടക്കി ആളെ കയറ്റി കാണിക്കുക. കാരണം ഇനിഷ്യൽ പുള്ള് ഇപ്പോൾ ഈ ബുക്ക് മൈ ഷോ ഫസ്റ്റ് ഡേ ഒക്കെ എടുക്കുകയാണെങ്കിൽ സീറ്റുകളൊക്കെ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടേക്കും. അത് നമ്മൾ നോക്കുമ്പോൾ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ശരി 3 പേരെ അവിടെ നിന്ന് പോയി. കാരണം ഇതൊക്കെ ഒരു സിസ്റ്റം ആയിക്കൊണ്ട് അതിപ്പം അത് നേരത്തെ അവിടെ ആയിരുന്നു, ഇപ്പൊ ഇവിടെ ഞങ്ങൾ തന്നെ മിക്ക പടങ്ങളും ഫ്രീ ടിക്കറ്റിൽ കാണാറുണ്ട്. അത് ഞങ്ങൾ പറയും നഗ്നമായ സത്യമാണ്. അങ്ങനല്ലേ? സത്യം ഒന്നല്ലേ പറയുന്നത്? അതെ അതെ, നഗ്നനാണ് സത്യം പറഞ്ഞു. സോ എനിവേ, ഗെയിം ചേഞ്ചറിന്റെ ഇനി എന്താ വരാനുള്ള ട്രെയിലറൊക്കെ ഇറങ്ങിയില്ലേ? ടീസർ അല്ലേ ഇറങ്ങിയത്? അപ്പോൾ ട്രെയിലർ വരാനുണ്ട്. അപ്പോൾ ഗെയിം ചേഞ്ചറിന്റെ ട്രെയിലറാണ് ഇനി വരാനുള്ളത്. അത് ഈ മന്ത് RRR കഴിഞ്ഞിട്ട് പുള്ളി കുറച്ചധികം രണ്ടുപേരും ഒരുപാട് ഗ്യാപ്പ് എടുത്തായിരുന്നു. ഇല്ല, രാംചരൻ മറ്റേ ചെയ്തായിരുന്നു, ആചാര്യ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. ചെയ്ത പരിപാടി മുമ്പ് ഇത് ഷൂട്ട് ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് എനിക്ക് RRRന് മുമ്പും കുറച്ചെടുത്തു, അതിന് ശേഷവും കുറച്ചെടുത്തു. ഇതും ഇന്ത്യൻ 2ഉം ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്താൽ മതി. അതായത് ഇന്ന് ഇന്ത്യൻ 2 ആയിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നു. അപ്പൊ അതിന്റെ രാംചരന്റെ അടുത്തൊന്ന് നായകൻ ഇങ്ങനെ മറ്റേ മർമ്മക്കല്ലിയൊക്കെ ചെയ്യുന്നു. സാർ അത് നമ്മുടെ പടത്തില്ലല്ലോ. ഓ, അത് മറ്റേ പടത്തില്ല, അത് മറ്റേ പടത്തിലായിരുന്നു.